കുറെ നേരമല്ലോ എഴുതണത്. എന്താ എഴുതണത്? ഞാൻ എന്റെ ഗോൾസ് ഒക്കെ പേപ്പറിൽ എഴുതി. നമുക്ക് നമ്മുടെ ഗോൾസ് അറിയാലോ, അതിനിപ്പോ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. നമുക്ക് നമ്മുടെ ഗോൾസ് അറിയാം, പക്ഷെ നമ്മുടെ തലയിൽ മാത്രം വെച്ചോണ്ടിരുന്നാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബ്രെയിനകത്ത് ഒരു ദിവസം 60,000 to 70,000 തോട്ട്സ് ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഗോൾസും എല്ലാം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമുക്ക് പ്രോപ്പർ മെന്റൽ ക്ലാരിറ്റി കിട്ടില്ല. മാത്രമല്ല നമ്മുടെ ഗോൾസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ബ്രെയിനിന്റെ അകത്ത് മാത്രം വെച്ചുകൊണ്ടിരുന്ന. കാരണം അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ലിംബിക് സിസ്റ്റം ഉണ്ട്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ലിംബിക് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ്. അപ്പൊ ആ ഇമോഷണൽ ബ്രെയിന് നമ്മുടെ തലക്കകത്ത് മാത്രം നമ്മൾ ഗോൾസ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ബ്രെയിനായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ബ്രെയിൻ. അപ്പൊ ഈ ബ്രെയിനിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ക്ലാരിറ്റി കിട്ടില്ല. ഈ ലിംബിക് സിസ്റ്റം ഇങ്ങനെ നമ്മളെ പിൻവലിക്കുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുടെ പവർ കുറയും. അപ്പോൾ നമ്മുടെ ഗോൾസ് നമ്മളിങ്ങനെ പേപ്പറിലോ ഒരു ബുക്കിലോ എഴുതി വെച്ച് ദിവസം നമ്മൾ നോക്കി അത് വായിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെന്റൽ ക്ലാരിറ്റി കിട്ടും, എങ്ങോട്ട് പോകണം. അപ്പൊ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ഡിസിഷൻ മേക്ക് ചെയ്യാനും നമ്മളെ ഗോളിലോട്ട് ഫോക്കസ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ഗോൾസ് എഴുതി വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ കണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ സെൻസ് ഓർഗൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൽ കുറച്ചും കൂടി നന്നായിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് മെന്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഗോൾസ് എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ വിഷ്വൽ ഇമേജ് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടി കുറച്ചുകൂടി നമ്മുടെ ഗോൾസ് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനും നമ്മളെ റീപ്രോഗ്രാം ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിട്ട് സാധിക്കും. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, നമ്മുടെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ പ്രശസ്ത പ്രൊഫസറായ ഡോക്ടർ ഗെയിൽ മാത്യൂസും ഒക്കെ റിസർച്ച് ചെയ്തതാണ്. ഗെയിൽ മാത്യൂസിന്റെ റിസർച്ച് പ്രകാരം 42% അധികമാണ് ഗോൾസ് എഴുതി വെച്ച ആൾക്കാർക്ക് ഗോൾസ് നേടാൻ സഹായിക്കുന്നത്. മാത്രമല്ല ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA സ്റ്റുഡൻസിന് പഠനം നടത്തി. അതായത് MBA കഴിഞ്ഞു പോയ സ്റ്റുഡൻസിന് അവർ ഗോൾസ് എഴുതി വെക്കാൻ പറഞ്ഞു. കുറച്ചു പേര് ഗോൾസ് എഴുതി വെച്ചില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർ നോക്കുന്ന സമയത്ത് ഗോൾസ് എഴുതി വെച്ച ആളുകൾക്കാണ് 40% അധികം അവര് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്, എഴുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഗോൾസ് എഴുതി വെക്കാത്ത ആൾക്കാർക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടേണ്ടത് അത് നിങ്ങൾ വ്യക്തമായിട്ട് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുമ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഒരു ടിപ്പ് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് വായിക്കുക, അത് റീറൈറ്റ് ചെയ്യുക. എന്നും നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് അത് എഴുതാൻ ശ്രമിക്കുക. ഒരു 2 പ്രാവശ്യമോ അല്ലെങ്കിൽ നമുക്ക് 11 ടൈംസോ ഒരു 10 ടൈംസോ നിങ്ങളുടെ ഗോൾസ് ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ എന്നും എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഗോൾസിലോട്ടുള്ള ഫോക്കസ് വർദ്ധിച്ചു വരും. നിങ്ങൾ ഡെയിലി 20 ദിവസം ചെയ്തു നോക്കൂ, മാറ്റം കണ്ടറിയാം. സോ തിങ്ക് അബൌട്ട് ഇറ്റ്.